അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൻ്റെ. ഫസ്റ്റ് പാർട്ട് കാണാത്തവരെ ഞാൻ ഫസ്റ്റ് പാർട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇത് കാണാം. നല്ല ലേറ്റ് ആയിരുന്നു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലാഗിൽ തന്നെയാണ് പോയത്. ഞാനൊരു മാതിരി ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ടെൻഷൻ കൊണ്ടാണ്. അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഡാൻസിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ. വേറൊന്നല്ല, ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ജഡ്ജസിനെ പൈസ കൊടുത്ത് ഫസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ഇത് ചിലർക്കത് നെഗറ്റീവായി എടുക്കും. കാരണം ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്, നിങ്ങളല്ലല്ലോ ജഡ്ജ്മെൻറ്റ്സ്. അത് ജഡ്ജസിന് അറിയില്ലേ ഏത് കുട്ടിയെ കളിച്ചേക്കണം. പക്ഷേ ഈ വന്നിരിക്കണ പോലെ ചില ആൾക്കാർക്ക് ഈ ഡാൻസിനെ പറ്റി നല്ല വിവരം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ നമ്മുടെ നമ്മുടെ ഗുരുക്കന്മാർ തന്നെ വരും കാണാൻ, വലിയ വലിയ ഗുരുക്കന്മാർ തന്നെ വരും കാണാൻ. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല നോളേജുള്ള ഡാൻസേഴ്സ് വരും. അപ്പോൾ അവരുടെയും ഒപ്പീനിയനും ബാക്കി കണ്ടൊരു ഒപ്പീനിയനും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മനസ്സിലൊരു 5 പേര് ലിസ്റ്റഡ് ആയിരിക്കും, പ്രെഡിക്റ്റ് ചെയ്തിരിക്കും. അതിലൊരാൾക്കാവും ഫസ്റ്റ്. പക്ഷേ ഇത് ഒരു പാർട്ടിസിപ്പൻ്റ് എന്നുള്ളൊരു നിലയിൽ ഒരു കുട്ടി കളിച്ചിട്ട് ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളൊരു ഷോക്കിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ക്യാഷ് എറിഞ്ഞിട്ടുണ്ടെന്ന്. നല്ല ബാഡായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഞാനും +2 സ്റ്റുഡൻ്റാണ്. അവിടെ മത്സരിച്ച മിക്ക കുട്ടികളും +2 ആണ് തോന്നുന്നു. അവരുള്ളിലുള്ള ഒരു കഴിവ് അവിടെ ആരും കാണാതെ വെറും ഒരു പൈസ, മണി ഈസ് ദ മാറ്റർ എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അവിടെ മണിക്കാണ് ഏറ്റവും വാല്യൂ കൂടുതലുണ്ടായിരുന്നത്. സമയം 11-12 ആയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഈ 13 പിള്ളേർ മത്സരിച്ചാൽ 12 പിള്ളേർ അപ്പീൽ ഓഫീസിൽ വന്നിട്ട് അപ്പീൽ കൊടുക്കാനായിരുന്നു നിന്നിരുന്നത്. ഇവിടെ കഴിവിനല്ല വില, മണിക്കാണ് വില എന്ന് കലോത്സവം വേദിയിലെല്ലാവരും തെളിയിച്ചിരിക്കുന്നു. ഇനി എന്തിനാണ് കലോത്സവം പോലും ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ ലാസ്റ്റത്തെ കലോത്സവം ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമായിരുന്നു. സ്റ്റഡീസൊക്കെ ഞാൻ മാറ്റി വെച്ച് ഇതിന് വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കരഞ്ഞു പൊളിച്ച ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയത്. ഇനി ദൈവം എനിക്കൊരു വേറൊരു ഓപ്പർച്യൂണിറ്റി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇവിടെ അല്ലെങ്കിൽ ഒരു വേറൊരു വേദിയിൽ. കാരണം എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തല്ലേ, ഇതൊന്നും കാണാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്രയുള്ളൂ ഇന്നത്തെ. അടുത്തൊരു വീഡിയോയിൽ കാണാം.